ചേട്ടൻ ഇപ്പോൾ പറയുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ കാര്യത്തെ പറ്റിയാണ്. ഇത് ക്രിസ്ത്യൻ സമൂഹത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാളോടെ ഉണ്ടാവും. ഉറപ്പായിട്ടും ആ മതത്തിൽപ്പെട്ടൊരു ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത്രയും ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ മനസ്സിന് സെക്കൻഡ് കൊണ്ട് ഈ എനർജിക്ക് മാറ്റാൻ പറ്റുന്നതുകൊണ്ടാണ് അവർ സൂസൈഡ് ചെയ്യണേ. വിശ്വാസം ഇല്ലാത്ത ആൾക്കൊക്കെ നമുക്ക് കർമ്മം ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, പെട്ടെന്ന് ഒരാൾ കർമ്മം ചെയ്ത് കൊടുക്കരുത്. ഞാൻ തുറന്നു തന്നെ പറയണേ, കാരണം ഇതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും എനിക്കറിയാം, നന്നായിട്ട് എനിക്കറിയാം. ഞാനത് പറഞ്ഞത് ഇതിനൊക്കെ ഒരു 10% അല്ല 2% ഇതിൽ വിശ്വസിക്കാൻ പാടുള്ളൂ. ജീവിതത്തിൽ ഇത്തരം കർമ്മങ്ങളെ 2% വിശ്വസിക്കരുത്. എന്താണ് നെഗറ്റീവ് എനർജി? നമ്മൾ പ്രേതം, ഭൂതം, മാടമർദ്ദനം എല്ലാം മാറ്റി നിർത്താം. നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ സാമ്പത്തികത്തെ തകർക്കുന്ന, നമ്മുടെ ബന്ധങ്ങളെ ഇല്ലാണ്ടാക്കുന്ന, നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്ന, നമുക്കൊരു സ്ത്രീയുടെ ഒപ്പം പോലും നമ്മുടെ ഭാര്യയുടെ ഒപ്പം പോലും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ബാധിക്കുന്ന നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ശരിക്കും അത് എന്താണ്? സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നല്ലതുപോലെ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു നെഗറ്റീവ് എനർജി അവരെ കൂടെ ഉണ്ടെന്ന് പറയുക. ആ വ്യക്തിയുടെ മാനസിക പ്രശ്നമാണെങ്കിലോ? ആ മാനസിക പ്രശ്നം ഒന്ന് വരുത്തണത് എന്തുകൊണ്ടാണ്? അവൻ്റെ മനസ്സ് ശരിയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്താണ് നമുക്കതിനെ മാനസിക പ്രശ്നം എന്നല്ല, ഡോക്ടേഴ്സ് ഒരുപാട് കാര്യങ്ങൾ. ഇത് പഴയ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെങ്ങനെയാണ് റിക്കവർ ചെയ്തുകൊണ്ടാണ്? പിന്നാണെങ്കിൽ എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. അന്നത്തെ ജനങ്ങൾ എങ്ങനെ റിക്കവർ ചെയ്തിട്ടുണ്ടാവും? അവർ ഇത്തരത്തിലൂടെ ചടങ്ങിലൂടെ മാത്രമാണ് വന്നിട്ടുണ്ടാവുള്ളൂ, വേറെ മാർഗമില്ല. അതായത് ആ തെറ്റായ ചിന്തകൾ ഉണ്ടാക്കുന്ന സോഴ്സ് ഓഫ് എനർജീനെ റിമൂവ് ചെയ്ത് കളയുക. അതാണ് എൻ്റെ സത്യം. അപ്പം ഈ തെറ്റായ ചിന്താഗതി വരുമ്പോൾ പല കാര്യങ്ങളും തുടങ്ങാൻ തോന്നും. ഒരു വ്യക്തിനെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, ആ വ്യക്തി അടുത്ത് വന്നിരിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല, ചില വ്യക്തികൾ പറയുന്നത് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരോട് പെട്ടെന്ന് പോയി മിണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. ആ അവസ്ഥ കൊണ്ട് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതി ഉണ്ടാക്കും. മനസ്സിലായോ? അത് വന്നിട്ട് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു വ്യക്തിയോട് ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരു കുടുംബത്തിൽ വേറൊരാളോട് കുടുംബത്തിന് ഇഷ്ടമല്ല, ഒരു സുപ്രഭാതത്തിൽ പോയി അവരോട് സംസാരിച്ച് എൻ്റെ വീട്ടിലുള്ള മൊത്തം വ്യക്തികൾക്ക് ഇയാളോട് പോയി ദേഷ്യം വരും. നീ എന്തിനാ അവനോട് മിണ്ടാത്ത ഒരാളല്ലേ? അപ്പം അങ്ങനെ മിണ്ടാത്ത ഒരാൾ എങ്ങനെ പെട്ടെന്ന് പോയി അവനോട് മിണ്ടാം? അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കഴിവുണ്ട്. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നമുക്ക് ആ മനുഷ്യനെ ഈ എനർജിക്ക് നിയന്ത്രിക്കാൻ പറ്റും. ശരി. അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് കേസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇത് അവർക്ക് തനിയെ, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്ന ഈശ്വരനോടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിലോ അവർക്ക് എന്തുകൊണ്ട് ഇത് മാറ്റാൻ പറ്റുന്നില്ല? അവർക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാവരും വലിയ കഴിവുണ്ടായിരുന്നു. ഇപ്പം അത് വരാൻ കാരണം, ഇപ്പം എൻ്റെ കുടുംബം പോലെ എല്ലാവരുടെ കുടുംബത്തിലും ഇതേ കർമ്മശക്തി ഉണ്ടായിരുന്നു. അതായത് കർമ്മശക്തിയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇന്ന് അവരുടെ വീട്ടിൽ ഇതേ ബുദ്ധിമുട്ടുള്ളവരുടെ ആ ദുരിതം മാറ്റാൻ പറ്റിയ ഒരാളുണ്ടായിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞു വിട്ടു ചേട്ടൻ ഇപ്പോൾ പറയുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ കാര്യത്തെ പറ്റിയാണ്. ഇത് ക്രിസ്ത്യൻ സമൂഹത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാളോടെ ഉണ്ടാവുന്നു. പലപ്പോഴും നമ്മുടെ ഒരു മുത്തച്ഛനൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് അവരും പോവാറില്ല. അപ്പം ഞാനീ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസിന് ഞാൻ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്, ഞാൻ കണ്ടിട്ടില്ല. അപ്പം ചേട്ടൻ ഇത് ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ, ചേട്ടൻ ഈ പറയുന്ന ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാരണവർ അവരെല്ലാവരുടെ മക്കളുടെയും കാര്യങ്ങളെല്ലാം കൃത്യമായി പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്ന ആളുകൾ. അപ്പം ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കും? ഉറപ്പായിട്ടും ആ മതത്തിൽപ്പെട്ടവർ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും മതത്തിലുള്ള ആളുകളുണ്ട്, അല്ല പറഞ്ഞ കുടുംബത്തിന്റെ കാര്യം. കുടുംബത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതിന്റെ പേരിലാണ് നമ്മൾ തമ്മിൽ ഇന്നും ബന്ധമുള്ളത്. എല്ലാ മതത്തിലുള്ളവർക്കും ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ എന്നിൽ നിന്ന് ഒരു ക്രിസ്ത്യൻസിൽപ്പെട്ട ഒരാളെ പഠിച്ചെന്ന് വെച്ചാൽ ഞാൻ തമ്മിൽ ബന്ധം ഉണ്ടായിട്ടുണ്ടാവും. അവനത് പുറത്തു പറയില്ല എന്നുള്ളൂ. അവനിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ പുറത്തു പറയില്ല, എൻ്റെ കൂടെ ഉണ്ടാവും. ഇത്തരത്തിൽ ആചാരം കൊണ്ടുനടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, അറിയാൻ ചെയ്യാൻ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഒരു സമയത്ത് നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് നിങ്ങളെ പോലുള്ള ജനറേഷൻ അനുഭവിക്കണേ. മനസ്സിലായോ? ഇപ്പം ഞാൻ ഒരു സമയത്ത് ഇതുപോലെ അനുഭവിക്കാൻ കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കഴിവുണ്ടായിട്ട് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ്. അതിന് തിരിച്ചു പിടിക്കാൻ വേണ്ടി എൻ്റെ ചേട്ടൻ പറയുന്നത് നമ്മുടെ ആ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇന്നതില്ല. അതുകൊണ്ട് ഇന്ന് വരുന്നതും പോകുന്നതൊക്കെ നമ്മുടെ പെടലേക്ക് കയറിയിട്ട് അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ എന്റെ വീടിനെ സംബന്ധിച്ച് ഇത്തരമുള്ള എനർജി വരില്ല. വരാത്തതിന്റെ കാരണം എനിക്ക് എന്നെ നോക്കാനുള്ള കഴിവുണ്ട്.
എൻ്റെ കുടുംബപരമായിട്ട് എന്നെ വിശ്വാസമുള്ള ഒരാളും കൂടി സാധനം പോയിട്ടില്ല. എനിക്ക് എന്നെ വിശ്വസിക്കുന്നവർ മാത്രം നോക്കിയാൽ പോരെ. അപ്പോൾ ചേട്ടൻ ഈ ആത്മാവ് എന്ന് പറയുന്നത് എന്തായിട്ട് ചേട്ടൻ കണക്കൂട്ടി വെച്ചിരിക്കുന്നപ്പോൾ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കാഴ്ച, എല്ലാം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ആത്മ. അപ്പോൾ ചോദിക്കും അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റുക? ചോദ്യമുണ്ട്. ഒരു ശരീരം ഇല്ലാണ്ട് എങ്ങനെ കാണാൻ പറ്റുക? അത് അനുഭവിക്കേണ്ട ഒരു തലമാണ്. എനിക്ക് വേറെ പലതും പറയാറുണ്ടല്ലോ. ഇപ്പം ഞാൻ ഭയങ്കര സംഭവം അങ്ങനെ അതല്ല, ഞാൻ അനുഭവിച്ചൊരവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ ഈ ശരീരത്തേക്ക് വരാൻ നിൽക്കണ ആ ചൈതന്യത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ ആണോ നിന്നോ എന്നൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്ത വേറെ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. വിശദീകരിച്ച് കഴിഞ്ഞാൽ അതിന് പല പല കാരണങ്ങളും കാര്യങ്ങളും ഞാൻ പറയേണ്ടി വരും. അപ്പോൾ ഈ മരണപ്പെട്ടു പോയ ആളുകൾ ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, സൂയിസൈഡ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ദുർമരണങ്ങൾ സംഭവിക്കുന്ന ആത്മാക്കൾ, മനുഷ്യരായി ജീവിച്ചിരുന്ന് പിന്നീട് ശരീരം നഷ്ടപ്പെട്ടു പോയ ഈ പറയുന്ന എനർജി ഓഫ് സോൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള എൻറ്റിറ്റികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഏട്ടൻ പറയുന്നത്. എൻ്റെ മനസ്സിൽ ഉണ്ടാവും, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ സൂയിസൈഡ് ചെയ്ത് ആ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ ആ മനുഷ്യൻ്റെ അവസ്ഥ മാറില്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സാധാരണ നല്ല രീതിയിൽ ഇരിക്കുന്ന മനുഷ്യന് ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല, ഉറപ്പായിട്ട് ചെയ്യില്ല. അങ്ങനെ ഇരിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സ് സെക്കൻഡോട് മാറ്റാൻ പറ്റിയ ഒരു എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ആ ശരീരത്തിനെ എന്നേക്ക് ഇല്ലാണ്ടാക്കണേ. ഒരൊറ്റ തോന്നലുകൊണ്ട് ആ മനുഷ്യന് ആ സമയത്ത് ആ തോന്നിക്കുന്ന ആ തോന്നലിന് എന്തോരം പവർ ഉണ്ടാവിക്കണപ്പോൾ. ചിലടത്ത് കണ്ടില്ലേ, ഒരു വർത്താനം പറഞ്ഞിരിക്കുന്ന ആളാണ് ചിലപ്പോൾ തൂങ്ങി മരിച്ചതെന്ന് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ സന്തോഷത്തോടെ പോയിരിക്കുന്ന സമയത്താണ് ആൾ വന്നിട്ട് അത് തൂങ്ങിച്ചെത്തെന്ന് പറയും, അല്ലെങ്കിൽ വിഷം കുടിച്ച് പോയി. ഈ അവസ്ഥ ഉണ്ടാക്കുന്നത് ആണ് ഞാൻ പറഞ്ഞത്. ഒരു അത്ര ആരോഗ്യമുള്ളൊരു മനുഷ്യൻ്റെ മനസ്സിന് സെക്കൻഡ് കൊണ്ട് ഈ എനർജിക്ക് മാറ്റാൻ പറ്റുന്നതുകൊണ്ടാണ് അവർ സൂയിസൈഡ് ചെയ്യണേ. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സൂയിസൈഡ് ആവശ്യമില്ല. ചില ആൾക്കാർ അതിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ടാവും, ആ രീതിയിലേക്ക് എത്തിപ്പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ടാവും, ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇത് അങ്ങനെ സംഭവിക്കണ ആൾക്കാർ ആ എനർജി വഴി മരണപ്പെട്ട ആളെന്നായിരിക്കും. ആ എനർജിയുടെ കൂടെ ആയിരിക്കും ആത്മാവ്. ആ ആത്മാവിൻ്റെ കൂടെ അല്ല എനർജി, ആ എനർജിയുടെ കൂടെ ആയിരിക്കും ആത്മാവ്. അപ്പോഴാണ് ഈ എനർജി മറ്റൊരു ശരീരം തേടി പോയാൽ അദ്ദേഹം കാണിക്കുന്ന എല്ലാ പ്രവൃത്തിയും ആ ഇപ്പം നിൽക്കുന്ന ആളെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ പറഞ്ഞ ആ വലിയച്ഛൻ കാണിക്കണ കേട്ടോ, വലിയമ്മ കാണിക്കണ കൂട്ടൊക്കെ ആ ചക്കൻ കിടന്ന് കാണിക്കണേ എന്ന് പറയണ വാക്കില്ലേ, അത് ശരിക്കും ഇവർ ആത്മാവല്ല ചെയ്യണേ. ആത്മാങ്ങനെ അങ്ങനെ ചെയ്യാൻ ഇപ്പം നമ്മൾക്ക് നമ്മുടെ ആത്മാവിന് കിടന്നുറങ്ങി എന്തിട്ട് ചെയ്യണമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു എനർജി ഇപ്പോൾ റോജി കണ്ടല്ലോ, ഒരാൾ കിടന്ന് വല്ലാതെ വൈബ്രേഷൻ കിടന്ന് കാണിക്കുന്ന ഒരു അവസ്ഥ, അത് നോർമലി ഒരു മനുഷ്യൻ കാണിക്കാൻ പറ്റില്ല. ശരിയല്ലേ? അവരത് അഭിനയിക്കുന്നതല്ല എന്ന് റോജിക്കും അറിയാം, എനിക്കും അറിയാം. അപ്പം എന്തുകൊണ്ടാണ് ആ ശരീരത്തിന് അത്രയും അവർ വലയ്ക്കണതിന്? അപ്പം നമ്മൾ അഭിനയിക്കാൻ പറയുകയാണെങ്കിൽ ഓക്കെ. റോജി കണ്ട പല കാര്യം, റോജിയുടെ ജീവിതത്തിൽ തന്നെ റോജി കണ്ട ഒരുപാട് സത്യങ്ങളുണ്ട്. ആ ചൈതന്യം, ആ ശക്തികൾ ആ ശരീരത്തിന് എന്തിനാ വേട്ടയാടണേ? അതിനൊരു ലക്ഷ്യം ഉണ്ടാവും. എന്താണെന്ന് എൻ്റെ ലക്ഷ്യം? അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നേരാവുന്ന അതിനാഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹം അതിനുണ്ടെങ്കിൽ അതിന് നേരാവാൻ വേണ്ടി അതിന് എവിടെ വേണ്ടി സഞ്ചരിക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരു അസുഖം വന്നാൽ നമുക്ക് നല്ല ഡോക്ടറെ കാണുന്നത് പോലെ തന്നെ ആ എനർജിക്ക് ഒരു പരിധി വിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ചില ആൾക്കാർ മോശമായ കർമ്മം ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില എനർജിനെ വിട്ട് കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ നശിപ്പിച്ച് കളഞ്ഞ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർമ്മം ചെയ്ത് തിരിച്ചടിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണെന്ന് ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പലരും ചെയ്യണേ. പക്ഷെ അറിവുള്ളവൻ്റെ അടുത്ത് പോയിട്ട് കർമ്മം തിരിച്ചടിച്ചാൽ അവൻ്റെ കുടുംബം ഉണ്ടാവില്ലേ. ഇപ്പം ഞാൻ ഒരു മനുഷ്യൻ്റെ ദോഷം സ്വീകരിക്കുന്ന ഒരാളാണ്, തിരിച്ചടിച്ചു വെക്കാറില്ല. എനിക്കത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ബുദ്ധിമുട്ട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നം. ഞാൻ ഈ പറഞ്ഞതുപോലെ ആൾദൈവം സാമ്യം മാത്രമായിട്ടിരിക്കാത്തത്. എൻ്റെ പേര് രാജീവാണെന്നും എല്ലാവരും രാജീവാണെന്നും വിളിക്കുന്ന ഒരു രീതി ഉണ്ടാക്കി അതിൻ്റെ പേരിലാണ്. റോജി ചോദിച്ചതിന് ചോദ്യം പറയും, ഞാൻ എന്തുകൊണ്ടാണ് വേറെ വേഷങ്ങളിൽ നിൽക്കാത്തതെന്ന് പറഞ്ഞു വെച്ചാൽ അങ്ങനെ നിൽക്കുമ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് മാറും. പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാൾ നിൽക്കുമ്പോൾ എനിക്ക് ലക്ഷ്യം ഇതെല്ലാവർക്കും പകർന്നു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആരും ഇതിനു വേണ്ടി വന്നാലും, അത് ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, അവരേത് വിശ്വാസപ്രകാരം വന്നാലും അവർക്ക് അവർ ഈ കഴിവുണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം പിന്നെ അവരത് കിട്ടിക്കഴിഞ്ഞാൽ അവർ വഴി അവരുടെ കുടുംബം രക്ഷപ്പെട്ടുള്ളൂ. എൻ്റെ അടുത്തേക്ക് വരണ്ട. അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് മാറണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതേ കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയണേ. അതാണ് ഞാൻ ഈ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തേക്കണത്. മനസ്സിലായോ? ഇപ്പോൾ ഓടി വന്നിട്ട് ഒരാൾ റോജിയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് ഇന്ന് തന്നെ അത് മാറ്റിത്തരാൻ പറഞ്ഞാൽ പറ്റിയെന്ന് പറയും. എനിക്ക് പറ്റില്ല. എനിക്ക് തുറന്നു പറയാൻ എനിക്ക് പറ്റില്ല. ചിലർ വന്നിട്ട് പറയും, ഇപ്പോൾ എൻ്റെ ക്ഷേത്രത്തിൽ വന്നൊരു ആൾക്കാർ ഞാൻ 2 കൊല്ലമായിട്ട് ആ ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ 2 കൊല്ലത്തിൽ ആകെ ഒരു മാസത്തിൽ 4 ദിവസം ഞാൻ കാണുന്നത്. ഒരു മാസത്തിൽ 4 ഞായറാഴ്ചയുണ്ട്. ഈ 4 ഞായറാഴ്ചയിൽ 10 മിനിറ്റ് ആയിരിക്കും നമ്മൾ കാണണേ. 10 മിനിറ്റ് ഒരു കർമ്മത്തിന് നിൽക്കണേ.
അപ്പം 4 ഞായറാഴ്ച ആകുമ്പോൾ 40 മിനിറ്റ് ഉള്ളൂ. ഇതുപോലെ ഒരു വർഷത്തിൽ നിസ്സാര സമയം നമ്മൾ കാണുള്ളൂ. എന്നിട്ട് ഇവർ ഇത്ര വലിയ ബുദ്ധിമുട്ട് പറഞ്ഞത്. എന്നിട്ട് പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾ 2 കൊല്ലമായിട്ട് അവിടെ വന്ന് കാണും. ആ സമയത്ത് ഒരു വേറെ വല്ല ക്ഷേത്രങ്ങളിൽ പോകണ ഒരു പ്രശ്നമില്ല, കാലത്ത് തുടങ്ങി അവിടെ പോയിരിക്കാനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കർമ്മം ചെയ്യുന്ന സ്ഥലത്ത് ആൾക്കാർക്ക് തിരക്കായിരിക്കും, വേഗം മാറണം. എന്തിനെന്ന് വെച്ചാൽ എന്താ കാരണം എന്നറിയോ? ആ എനർജി അവരെ കൊണ്ടുപോകണത്. ഇപ്പോൾ കർമ്മമില്ലാത്ത എത്രയോ സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ ആൾക്കാർ കുത്തിരിക്കും. അവിടെ അവരെ ദോഷം പിടിക്കില്ല എന്നുള്ള 100% ഉറപ്പാണ്. കണ്ടല്ലേ, ഭയങ്കര തിരക്കുള്ള ഒരുപാട് സ്ഥലമല്ലേ, അവിടെ ദോഷം പിടിക്കില്ല. കർമ്മമുള്ള സ്ഥലത്ത് ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ റോജി തന്നെ പറഞ്ഞു വെച്ചാൽ ഒരാളുടെ അവസ്ഥ റോജിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അല്ലേ, എന്തുകൊണ്ടാണ് അത്ര തെളിവുണ്ടായ ഒരു കാര്യത്തിന് എന്തുകൊണ്ടാണ് അവർ രണ്ടാമത് വരാണ്ടിരുന്നത്? ഇപ്പോൾ റോജി ഞാനും അവിടെ നിന്നൊരു സമയമാണ്. നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ വിട്ട ആൾക്കാരാണ്, ശരിയല്ലേ? രണ്ടാളും കൂടി നല്ല രീതിയിൽ സംസാരിച്ച് അവർക്ക് ബോധ്യം വന്ന കാര്യം അവരെന്തുകൊണ്ട് വന്നില്ല? ആ വരാത്തതിന് ഒറ്റ കാരണമുള്ളൂ, അവരുള്ള എനർജിനെ കളയാൻ ആ കൂടെ നിൽക്കുന്ന ആൾ സമ്മതിക്കില്ല. അത് പല കാരണം കണ്ടെത്തും. ആ കണ്ടെത്തിയതിൻ്റെ പേരിലാണ് പിന്നീട് അവർ വരാത്തതെന്ന്. അല്ലെങ്കിൽ സാധാരണ ഒരാളാണെന്ന് ചോദിക്കും, എനിക്ക് എങ്ങനെ പോയി ഇത് മാറ്റണം, ഇത്രയും അനുഭവം എനിക്ക് ഉണ്ടായതാണ്, അത് ഫസ്റ്റ് ഡേ എനിക്ക് ഉണ്ടായതാണ്, അതുകൊണ്ട് എനിക്ക് മാറ്റിയേ പറ്റും, എൻ്റെ ജീവിതം തിരിച്ചു പിടിച്ച് കിട്ടണമെന്ന് ആ ചിന്ത അവർക്ക് ഉണ്ടായിരുന്നില്ല. പകരം ഇതിന് വേറെ രീതിയിൽ ചിന്ത ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനെ മറയ്ക്കാൻ നോക്കണം. അപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയുടെ മനസ്സിലായില്ലേ? നമ്മൾ രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ചെന്നിട്ട് ബോധ്യപ്പെട്ടിട്ട് അതേ നെഗറ്റീവ് എനർജി ഞാൻ പിടിച്ചു കെട്ടാത്തതിൻ്റെ പേരിൽ തിരിച്ചവരുണ്ടാക്കി വെച്ച്. അപ്പോൾ ഇതിന് പവറില്ല. ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ വന്ന ആൾ തന്നെ ഈ സാധനത്തിൽ തിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസം ഇല്ലാത്ത ആൾക്കൊക്കെ നമുക്ക് കർമ്മം ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, പെട്ടെന്ന് ഒരാൾ കർമ്മം ചെയ്ത് കൊടുക്കരുത്. അവർ വന്നത് അവരുടെ കാര്യത്തിനാണെന്ന് അവർക്ക് ബോധ്യം ഉണ്ടാവണം, നമ്മുടെ കാര്യത്തിൽ നിന്ന് ആവരുത്. പലയിടത്തും അങ്ങനെയല്ല. ഇപ്പോൾ ഒരു എൻ്റെ ക്ഷേത്രത്തിൽ ഒരാൾ ഓടി വന്നു, രക്ഷപ്പെട്ടു ഒരാളും വന്നു, ആ ചിന്താഗതി മാറണം. എനിക്ക് ആ ചിന്താഗതി ഇല്ല. ഇനി എൻ്റെ ക്ഷേത്രത്തിൽ ഓരോരുത്തർ വരുമ്പോഴും എനിക്ക് പ്രശ്നമാണ്. കാരണം ഇത് ഞാൻ തന്നെ ചോക്കണം എന്നുള്ളൊരു മനസ്സാക്ഷ്യം എനിക്കുണ്ട്. ബാക്കി അത് ആർക്കുണ്ടാവില്ല. കാരണം എനിക്കറിയാം ഈ എനർജി ഞാൻ തന്നെ ചോക്കണം. അപ്പം എൻ്റെ ക്ഷേത്രത്തിൽ ഓരോരുത്തർ കൂടി വരുമ്പോഴും എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമില്ല. ഞാൻ തുറന്നു തന്നെ പറയണേ. ഇപ്പം ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും എൻ്റെ അമ്പലത്തിൽ എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. വരണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തുറന്നു പറയാണ്, ഞാൻ അതിന് തുറന്നു പറയണേ. ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ അന്ന് എല്ലാവരോടും വരരുത്. കാരണം നിങ്ങൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് പറ്റില്ലെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനത് ഒരിക്കലും പബ്ലിസിറ്റി ചെയ്യുന്ന കാര്യമല്ല. ഞാൻ തുറന്നു തന്നെ പറയണേ. കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും എനിക്കറിയാം, നന്നായിട്ട് എനിക്കറിയാം. ഞാനത് പറഞ്ഞത്, ഇതിനൊക്കെ ഒരു 10% 2% ഇതിൽ വിശ്വസിക്കാൻ പാടുള്ളൂ. ജീവിതത്തിൽ ഇത്തരം കർമ്മങ്ങളെ 2% കൂടുതൽ വിശ്വസിക്കരുത്. ബാക്കി 98% അച്ഛൻ, അമ്മ, കുടുംബം, ഭാര്യ, മക്കള്, നാട്ടുകാർ, വീട്ടുകാർ, സുഹൃത്തുക്കൾ, ബന്ധങ്ങൾക്ക് വില കൊടുക്കണം. ബാക്കി 2% മാത്രമേ ഇത്ര ആചാരങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ കേരളത്തിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ 98% ഇതിന് പ്രാധാന്യവും 2% കുടുംബത്തിന് കൊടുക്കും, ഫാമിലിക്ക് കൊടുക്കും. അവിടെയാണ് നമുക്ക് നാശം സംഭവിക്കുന്നത്. അപ്പം എല്ലാത്തിനെയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരും. എല്ലാവരും ഇതുവഴിയൊക്കെ നന്നാക്കാൻ തോന്നും. പക്ഷെ അതിലേക്ക് എത്തിപ്പെട്ടിട്ടോ അവസ്ഥയിലേക്കായി. ആദ്യം 2% ഇതിന് കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇത് ചെയ്യാൻ ആളില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ 98% ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. അങ്ങനെ റോജി ഇന്ന് എല്ലാവരും അത്യാവശ്യം സാമ്പത്തികമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂലി കിട്ടിക്കഴിഞ്ഞാൽ മാന്യമായി ജീവിക്കാൻ പറ്റുന്ന രീതിയുണ്ട്. പക്ഷെ എവിടെ സ്വസ്ഥ സമാധാനം? പലർക്കും പ്രശ്നമാകും.